ഹായ് ആൾ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഷാർജയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ടിലേക്കാണ്. ഇതൊരു ബ്രേക്ക് വാട്ടർ ആണ്, അതായത് നമ്മുടെ കടലിൽ നിന്നും ഉള്ളിലോട്ടൊരു കനാല് പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടലിൽ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു കനാല്. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ട് സൈഡിലൂടെ നമുക്കിങ്ങനെ വാക്ക് വേ ആക്കിയിട്ടുണ്ടായി. ഒരുപാട് ഫിഷസിനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു, നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ കളർ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷേ നല്ല നല്ല ഫിഷസ് ഉണ്ടായിരുന്നു, ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കനാല്. ഈ കനാല് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കടലിലോട്ടാണ്. അപ്പോൾ ആ സൂര്യൻ നിൽക്കുന്നത് കണ്ടില്ല, അവിടെയാണ് കടൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സൺസെറ്റ് ടൈമാണ്, നമ്മൾ ഈവനിങ് ടൈമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ നല്ലൊരു വ്യൂവും കിട്ടും. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നൈറ്റ് വ്യൂവും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡേ വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ സൈഡിലൊക്കെ പാലത്തിൻ്റെ 2 സൈഡിലായിട്ട്, ഈ കനാലിൻ്റെ സൈഡിലൊക്കെ അവർ ലൈറ്റ്സ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ലൈറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതവിടെ ജെറ്റ് സ്കി കാണാൻ പറ്റുന്നില്ലേ, ജെറ്റ് സ്കി ഉണ്ട്, അതുപോലെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ കടലിൽ കൊണ്ടുപോകും, അങ്ങനെ കറങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് ഈ കനാലിനെ 2 സൈഡിലും കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ മുകളിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതവിടെ കുറച്ച് പേരൊക്കെ ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് കുട്ടികളൊക്കെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. കാരണം ഒത്തിരി ഫിഷസ് ഉണ്ട്, അപ്പോൾ വലിയ വലിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. കുറേ പേര് അതിനായിട്ട് വന്നിട്ടുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അത് ഈ കുട്ടിക്ക് ഒരു ഫിഷിന് കിട്ടി, അത് തിരിച്ച് ആ ഫിഷിനെ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇതവിടെ ബ്രിഡ്ജിൻ്റെ താഴെ നല്ല ലൈറ്റ്സ് ഒക്കെ കത്തിച്ച്, രാത്രി കുറച്ചും കൂടി നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പല കളറിലെ ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ടണൽ പോലെ ഉണ്ട് ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട്. അങ്ങനെ ഇതാ കാണുന്നതാണ് കടൽ. നമുക്കിങ്ങനെ നേരെ കടലിലോട്ട് നടക്കാം കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമായിട്ടുണ്ട്. നല്ല ക്ലീൻ വാട്ടറാണ് കേട്ടോ, നല്ല ക്ലിയർ വാട്ടറാണ്. ഈ സൈഡിൽ കാണുന്നത് സേവേൻ്റെ വാട്ടർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാ ഒരു ജെറ്റ് സ്കി ഇതിലിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് നേരെ കടലിലോട്ടാണ് പോകുന്നത്, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറേ കല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സേഫാണ്, നേരെ വെള്ളത്തിലേക്ക് വീഴില്ല. കണ്ടോ വാട്ടറിൻ്റെ ഒരു കളർ കണ്ടോ, നല്ല ക്ലീൻ ആൻഡ് നല്ല ക്ലിയർ വാട്ടറാണ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. ഇതാ സൺസെറ്റ് ആയിട്ടുണ്ട്, സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്, കടലിലോട്ട് ഇങ്ങനെ ചാടാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുന്നു. ഇനി ഇങ്ങനെ കുറച്ചധികം ദൂരമുണ്ട് കടലിലോട്ട്. നല്ലൊരു ഈവനിങ് വാക്കിന് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഇത് സൈഡിൽ ഇങ്ങനെ കടലിലോട്ടുള്ളൊരു എൻട്രിയാണ് അവിടെ. അപ്പോൾ ഇത് നമ്മൾ കനാല് കടന്ന് ഇങ്ങനെ കടലിലോട്ട് എത്തിയിരിക്കുകയാണ്. കടലിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് കടലിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നിൽക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്, ആ ഒരു ലാസ്റ്റ് വരെ പോയിട്ട് നോക്കാം എങ്ങനെയാണ് ആ ഒരു സീ വ്യൂ എന്ന് നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം. 2 സൈഡിലും ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ സേഫാണ്. പിന്നെ ഇത് സൈഡിൽ കുറച്ച് പേരൊക്കെ കടലിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട്. നല്ലൊരു നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടുത്തെ കടലിൻ്റെ കളറ് ഒരു വേറെ തന്നെയാണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്. പിന്നെ നല്ല ക്ലിയർ വാട്ടറാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സലൈനിറ്റീൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് ആ നാട്ടിലെയും ഇവിടുത്തെ കടലിൻ്റെ ആ ഒരു കളർ വ്യത്യാസം. അപ്പോൾ ഇതാ സൺസെറ്റ് ആയിട്ടുണ്ട്. ആ സൈഡിൽ നോക്കിയാൽ ബുർജ് ഖലീഫ കാണുന്നുണ്ട്, ആ സൈഡിൽ ദുബായ് ആണ്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്.
ഈ സൈഡിൽ കടലാണ്. പിന്നെ ഇത് ആകാശത്തിലൂടെ ഒരു ഫ്ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ പോലെയൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു ചെയിൻ പോലെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നങ്ങ് വെള്ളത്തിൽ വീഴില്ല. ഇവിടെ സൈഡിൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് സ്റ്റോൺസ് കൊടുത്ത കാരണം. പിന്നെ കൂടെ സെക്യൂരിറ്റി ഒക്കെ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യുന്നുണ്ട് ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കടലിലൊക്കെ വീണ് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ എൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ വരെയാണ് ആ ഒരു ബ്രിഡ്ജ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കടലിൻ്റെ ഈ ഒരു പോർഷനിൽ എത്തുന്നുണ്ട്. ഏകദേശം ഒരു ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, അതുവരെ എത്തുന്നുണ്ട് ഈ ഒരു ബ്രേക്ക് വാട്ടർ. കുറേ പേര് കുട്ടികളൊക്കെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു എൻഡ്, അപ് ടു ദ സീ എന്ന് പറയാം. അതുവരെ ആ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ ഇതാണ്. അപ്പോൾ നമ്മൾ ഇരുട്ടായിട്ടുണ്ട്, തിരിച്ച് നടന്നു. പിന്നെ മക്കൾ കടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കടലിൽ ഇറങ്ങിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചിങ്ങോട്ട് തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ്, നൈറ്റ് വ്യൂ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഇരുട്ടായി, അപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓണാക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഫുൾ ബ്രിഡ്ജ്, ഈ ഒരു കൈവരിയിലെല്ലാം അവർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല കളർഫുള്ളാണ്. ഇതുണ്ട് ഇവിടെ എല്ലാ ഒരു കനാൽ ഫുള്ള് നല്ല ലൈറ്റ്സൊക്കെ കത്തിച്ച് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ വീക്കെൻഡിലൊക്കെ കുറച്ച് തിരക്കുണ്ടാവും. കുറേ പേര് ജോഗിങ് ചെയ്യുന്നുണ്ട്, കുറേ പേര് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റിയ, എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ ഈ ഈവനിങ് ടൈം വന്നത് കാരണം നമുക്ക് രണ്ട് വ്യൂവും കാണാൻ പറ്റി, നൈറ്റ് വ്യൂവും കാണാൻ പറ്റി, ഡേ ടൈമിലെ വ്യൂവും കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു ടൈം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് നമ്മളിങ്ങനെ തിരിച്ച് നടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ജുബൈലിലാണ്. ജുബൈൽ ബസ് സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഗോൾഡ് സൂക്കിൻ്റെ ഒക്കെ പിറകിലായിട്ടാണ്. ആ കാണുന്ന ഫ്ലാഗ് ഉണ്ട്, അത് ഫ്ലാഗ് പാർക്കാണ്. ഫ്ലാഗ് ഐലൻഡിലേക്ക് പിൻവശത്തായിട്ടാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ അൽ നഹദ വഴിയൊക്കെയാണ് പോകുന്നത്, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ ജുബൈലിൽ വഴി വന്നാൽ മതി. പിന്നെ ഇപ്പോൾ ഒരു മഗ്‌രിബ് ടൈമായിരുന്നു, അപ്പോൾ അടുത്തുള്ളൊരു മോസ്കിൽ കയറിയതാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ ഇതാ ജുബൈലിൽ എത്തിയിട്ടുണ്ട്. ജുബൈലിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു അല്ലയ കനാൽ വരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇത് റീസെൻ്റായിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ജെയിൻറ്റ് വീലാണ്, അതൊരു പാർക്കിനകത്താണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഫ്ലാഗ് പാർക്കാണ് കാണുന്നത്. ഈ കാണുന്നത് ഗോൾഡ് സൂക്കാണ്, ജുബൈലിലെ സൂക്കാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു അല്ലയ കനാൽ വരുന്നത്. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവുകയാണ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.